എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണമന്ദയുടെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ലാസ് നടത്തുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 14-ാം അധ്യായത്തിലെ 17 ശ്ലോകങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് തുടർന്ന് കേൾക്കാം. ഹരി ഓം സാർ. പകണാവപ്പു പകണവുനക്കു വീര്യം കർവാവഹൈ തേജസ്വിനാവധീതംസത്തു ആവജ്യശാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യന്ത്രൗപ്രജന്തമനുപേതമുടേതകൃത്യം ദൈവായനോ വിരഹകാതരയുകാവ ത്രേതി തന്മയതയാതരമോഹിനേ ദുഷ്ടം സർവഭൂതഹൃദയം മുനിമാഹത. സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 14-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകമാണ്. അധ്യായം 14, ശ്ലോകം 18. യക്ഷരാഷ്ട്രേ പുരേ ജൈവ ഭഗവാൻ യജ്ഞപൂരുഷാം യുജ്യതേ സ്വേന ധർമ്മേണ ജനേ ആശ്രമാത്മകൈം തസ്യരാജ്ഞോ മഹാരാജ ഭഗവാൻ ഭൂതഭാവനാം പരിദുഷ്യതി വിശ്വാത്മാതിഷ്ഠതോ നിജശാസനേം. മുനിമാരെ പേരനോട് കൂടിയാലോചിച്ചിട്ട് ഉപദേശങ്ങൾ ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യസ്യ രാഷ്ട്രേ, യാതൊരു രാജാവിന്റെ രാജ്യത്തിൽ, പുരേച ഏവ, പട്ടണത്തിലോ, ഭഗവാൻ യജ്ഞപുരുഷനായ ഭഗവാൻ യുജ്യതേ, യജിക്കപ്പെടുന്നു, സ്വേന ധർമ്മണ, സ്വകീയമായ ധർമ്മം കൊണ്ട്, തൻ്റെതായ ധർമ്മം കൊണ്ട്, ജനൈഹി, ജനങ്ങളാൽ, സർവ വർണ്ണാശ്രമാത്മകൈഹി ജനൈഹി, 4 വർണ്ണങ്ങളിലും 4 ആശ്രമങ്ങളിലും അധിവസിക്കുന്ന ജനങ്ങളാൽ ധർമ്മമനുസരിച്ച്, അവരവരുടെ ആശ്രമധർമ്മം അനുസരിച്ച്, അവരവരുടെ വർണ്ണധർമ്മം അനുസരിച്ച് യജ്ഞപൂരുഷനായ ഭഗവാൻ യാതൊരു രാജാവിന്റെ രാജ്യത്തിലോ പുരത്തിലോ യജിക്കപ്പെടുകയാണെങ്കിൽ, എവിടെയാണോ യജ്ഞം ചെയ്യുന്നത്, തസ്യ രാജ്ഞോ, ആ രാജാവിനെ, മഹാരാജ ഭഗവാൻ ഭൂതഭാവനും ആയ ഭഗവാൻ, ഹേ മഹാരാജാവെ, പരിദുഷ്യതി, സന്തോഷിക്കുന്നു, വിശ്വാത്മാവായ അദ്ദേഹം നിജശാസനെ തിഷ്ഠത, തന്റെ ശാസനത്തിലിരിക്കുന്ന ആ രാജാവിന്റെ പേരിൽ പരിദുഷ്യതി, സന്തോഷിക്കും. ഏതൊരു രാജാവിന്റെ രാജ്യത്താണോ യജ്ഞങ്ങൾ ജനങ്ങൾ ചെയ്യുന്നത്, അത് അവരവരിയ്ക്കുന്ന ആശ്രമത്തിനും വർണ്ണത്തിനും അനുസരിച്ച് വേണം. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രങ്ങൾ എന്ന 4 വർണ്ണങ്ങളും, ബ്രഹ്മചര്യ, ഗാർഹസ്ഥ്യ, വാനപ്രസ്ഥ, സന്യാസാദികളായ 4 ധർമ്മങ്ങൾ. ഇതിലേതെങ്കിലും ഒക്കെ ആയിരിക്കും മനുഷ്യർ, അല്ലാത്തവരാരും ഉണ്ടാവില്ല. ഈ 4 ആശ്രമങ്ങളിലോ 4 വർണ്ണങ്ങളിലോ ഇരിക്കുന്നവരാണ് ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവൻ. അതുകൊണ്ട് അവരവരുടെ വർണ്ണാശ്രമധർമ്മങ്ങൾ അനുസരിച്ചിട്ട് അവരവർ ഭഗവാനെ യജിക്കുന്നു. അങ്ങനെ ഏതൊരു രാജ്യത്താണോ ഭൂതഭാവനായ ഭഗവാൻ യജിക്കപ്പെടുന്നത്, അതുകൊണ്ട് തന്നെ വിശ്വാത്മാവായ ഭഗവാൻ സന്തോഷിക്കുക തന്നെ ചെയ്യും. എന്ന് യജ്ഞത്തിന്റെ ആവശ്യകത എന്താണെന്ന് പേരനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കലാണ്. യസ്യരാഷ്ട്രേ പുരേ ചൈവ ഭഗവാൻ യജ്ഞപൂരുഷാം യുജ്യതേ സ്വേന ധർമ്മേണ ജനേ ആശ്രമാത്മകൈം യസ്യരാജ്ഞോ മഹാരാജ ഭഗവാൻ ഭൂതഭാവനാം പരിദുഷ്യതി വിശ്വാത്മാതിഷ്ഠതോ നിജശാസനേം. യസ്യ രാഷ്ട്രേ പുരേ ച ഏവ,
വർണ്ണാശ്രമാത്മകൈഃ ജനൈഃ സ്വേന ധർമ്മേണ യജ്ഞപൂരുഷഃ ഭഗവാൻ യുജ്യത്തെ. ഹേ മഹാരാജ, ഭൂതഭാവനഃ ഭഗവാൻ വിശ്വാത്മാ നിജശാസനെ തിഷ്ഠതഃ തസ്യരാജ്ഞഃ പരിദുഷ്യതി. യസ്യ രാഷ്ട്രേ പുരേ ചൈവ ഭഗവാൻ യജ്ഞപൂരുഷാം യുജ്യത്തെ സ്വേന ധർമ്മേണ ജനൈർ വർണ്ണാശ്രമാത്മകൈഃ തസ്യ രാജ്ഞോ മഹാരാജ ഭഗവാൻ ഭൂതഭാവനാം പരിദുഷ്യതി വിശ്വാത്മാ തിഷ്ഠതോ നിജശാസനെ. യസ്യ രാഷ്ട്രേ പുരേ ചൈവ ഭഗവാൻ യജ്ഞപൂരുഷാം യുജ്യത്തെ സ്വേന ധർമ്മേണ ജനൈർ വർണ്ണാശ്രമാത്മകൈഃ തസ്യ രാജ്ഞോ മഹാരാജ ഭഗവാൻ ഭൂതഭാവനാം പരിദുഷ്യതി വിശ്വാത്മാ തിഷ്ഠതോ നിജശാസനെ. തസ്മിൻ സ്തുഷ്ടേ കിമപ്രാപ്യം ജഗതാം ഈശ്വരേശ്വരേ ലോകാഫപാലാഹ്യേതസ്മൈ ഹരന്തി ബലിമാതൃകാ. തസ്മിൻ തുഷ്ടേ, അവൻ സന്തോഷിച്ച, ഭൂതാത്മാവും ഭൂതഭാവനനുമായ ഭഗവാൻ സന്തോഷിച്ചാൽ കിം അപ്രാപ്യം, എന്താണ് പ്രാപിക്കാനാവാത്തത്? ഭഗവത് പ്രസാദമുണ്ടായാൽ എന്തും നമുക്ക് പ്രാപ്യമാണ്, അപ്രാപ്യമായിട്ടൊന്നുമില്ല. ജഗതാം ഈശ്വരേ ഈശ്വരി, ലോകങ്ങളിലെ ഈശ്വരനും ആ അഷ്ടദിക്പാലകന്മാർക്കും ഈശ്വരനായിരിക്കുന്നവൻ. ലോകേശ്വരന്മാർ അഷ്ടദിക്പാലകന്മാരാണ്, അവരുടെയും ഈശ്വരാണ്. ജഗതാം ഈശ്വരേ ഈശ്വരേ ലോകാഫപാലാഹ്, ലോകപാലന്മാരോട് കൂടിയ ലോകങ്ങളെല്ലാം ഹി ഏതസ്മൈ, തീർച്ചയായിട്ടും ഏതസ്മൈ അവനായിക്കൊണ്ട് ഹരന്തി ബലിം ആദൃത, ആദരവുള്ളവരായിട്ട് ബലി എന്ന് വെച്ച പൂജയെ ഹരന്തി സമർപ്പിക്കുന്നു, സ്വീകരിക്കുന്നു. ഭഗവാൻ തുഷ്ടനായാൽ, ജഗതീശ്വരനായ ഭഗവാൻ തുഷ്ടന് സന്തോഷിച്ചാൽ എന്താണ് നമുക്ക് ലഭിക്കാനാവാത്തത്? ലോകപാലന്മാരോട് കൂടിയ ലോകങ്ങൾ മുഴുവൻ ആ ഭഗവാന് വേണ്ടി പൂജകൾ ചെയ്തുകൊണ്ടേയിരിക്കലാണ്. തസ്മിൻ സ്തുഷ്ടേക്കിമപ്രാപ്യം ജഗതാമീശ്വരേശ്വരേ ലോകാഫപാലാഹ്യേതസ്മൈ ഹരന്തി ബലിമാതൃത. ജഗതാം ഈശ്വരേശ്വരേ തസ്മിൻ തുഷ്ടേ അപ്രാപ്യം കിം ഫപാലാഹ ലോകാഹ ആദൃതാഹ യതസ്മൈ ബലിം ഹരന്തി. തസ്മിൻ സ്തുഷ്ടേ കിമപ്രാപ്യം ജഗതാമീശ്വരേശ്വരേ ലോകാഫപാലാഹ്യേതസ്മൈ ഹരന്തി ബലിമാതൃത. തസ്മിൻ സ്തുഷ്ടേ കിമപ്രാപ്യം ജഗതാമീശ്വരേശ്വരേ ലോകാഫപാലാഹ്യേതസ്മൈ ഹരന്തി ബലിമാതൃത. തം സർവലോകാമരയജ്ഞസംഗ്രഹം ത്രയീമയം ദ്രവ്യമയം തപോമയം യജ്ഞേർവിചിത്തേർയജതോ അപായത്തെ രാജൻ സ്വദേശാൻ അനുരോധുമർഹസി. തം അവനെ സർവലോക അമരയജ്ഞസംഗ്രഹം, എല്ലാ ലോകങ്ങളിലെയും എല്ലാ അമരന്മാരുടെയും ദേവന്മാരുടെയും യജ്ഞങ്ങൾ ആരിലാണോ സംഗ്രഹിക്കപ്പെടുന്നത് ആ ഭഗവാൻ. സർവലോക അമര യജ്ഞ സംഗ്രഹം തം, ലോകത്തുള്ള സകല മനുഷ്യരും ദേവന്മാരും നിരന്തരമായ യജ്ഞത്തിൽ കൂടി ആരെയാണോ സംഗ്രഹിക്കുന്നത്, ആരെയാണോ സ്വീകരിക്കുന്നത്, അവനെ, ആ ഭഗവാനെ ത്രയീമയം ദ്രവ്യമയം തപോമയം. ത്രയീമയം വേദമയം, വേദത്തിന് പകരമുള്ള വാക്കാണ് ത്രയീ. അപ്പൊ ത്രയീമയം ദേവമയം, ദ്രവ്യമയം ദ്രവ്യമായുള്ളത്, തപോമയം തപസ്സായുള്ളതും. ഈ മൂന്ന് വിധത്തിലുള്ള
ദ്രവ്യമയമായും തപോമയമായും വേദസ്വരൂപമായും കാണാൻ പറ്റുന്നവനായ ആ ഭഗവാൻ യജ്ഞൈഹി വിചിത്രൈഹി യജതോ ഭവായതേ, വിചിത്രങ്ങളായ യജ്ഞങ്ങളാൽ യജത യജ്ഞം ചെയ്തുകൊണ്ട് ക്ലാസ്സിലാ, ഭാഗവത ക്ലാസ്സിലാ. യജ്ഞൈഹി വിചിത്രൈഹി യജതോ, വിചിത്രങ്ങളായ യജ്ഞങ്ങളെ കൊണ്ട് യാഗം ചെയ്തുകൊണ്ട് ഭവായ തേ ഹേ രാജൻ സ്വദേശാൻ അനുരോധും അർഹസി, തേ ഭവായ അങ്ങയുടെ അഭിവൃദ്ധിക്കായിക്കൊണ്ട് ഹേ രാജൻ സ്വദേശാൻ അനുരോധും അർഹസി, സ്വന്തം ദേശങ്ങളെ ദേശവാസികളെ അനുസരിപ്പിക്കുവാൻ അങ്ങ് അർഹതയുള്ളവനാണ്. വിശദമായ രാജധർമ്മങ്ങളെ കുറിച്ചാണ് ഈ വേദനോട് ഉപദേശിക്കുന്നത്. വേദനെ സംബന്ധിച്ച് ഇതൊക്കെ അപ്രാപ്യങ്ങളാണ്, അയോഗ്യങ്ങളുമാണ്. എങ്കിലും ഉപദേശിക്കൽ എന്നുള്ളത് ഉപദേശകന്മാരുടെ ധർമ്മമാണ്. ഈ ലോകത്തില് യജ്ഞം ചെയ്യുന്നുണ്ട്. മനുഷ്യരുണ്ട്, രാജാക്കന്മാരുണ്ട്, ദേവന്മാർ. ഓരോ യജ്ഞത്തിൻ്റെയും ഉള്ളിൽ ശ്രീഹരി എന്ന ഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിന്റെ ലക്ഷ്യം ഈശ്വരനിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ചെയ്യുന്നതിന്റെ പരിണത ഫലമാണ് ലോകം അതിന്റെ മര്യാദ തെറ്റാതെ രാജാക്കന്മാർക്ക് സംഹരിക്കാൻ പറ്റും. രാജാക്കന്മാർക്ക് ലോകത്തെ ഭരിക്കാൻ പറ്റുന്നത് ഈ യജ്ഞം കൊണ്ട് ദേവാനുഗ്രഹമുണ്ടായി ഇവിടെ ആരും വഴിതെറ്റിപ്പോവില്ല, ഒരു ചെടികളും ഭക്ഷ്യങ്ങളും വേണ്ട സമയത്ത് പൂക്കാതെയും കായ്ക്കാതെ ഇരിക്കില്ല. അങ്ങനെയുള്ള ആ മാർഗങ്ങളെ ഉപദേശിക്കുന്ന വേദങ്ങൾ ഭഗവാന്റെ ആജ്ഞകളാണ്. ആ ഓരോ ദ്രവ്യങ്ങളും ഭഗവാനെ സമർപ്പിക്കാനുള്ള പൂജാദ്രവ്യങ്ങളാണ്. അങ്ങനെയുള്ള യാഗം കൊണ്ട് ദേശവാസികളായ ജനങ്ങൾ അങ്ങയെ ആരാധിക്കുന്നത് കൊണ്ട് അങ്ങയുടെ ഐശ്വര്യം അഭിവൃദ്ധി പ്രാപിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദേശവാസികളെ ഈശ്വരനെ ആരാധിക്കുന്ന യജ്ഞത്തിന് സഹായിക്കേണ്ടത് രാജാവിന്റെ കടമയാണ്. സർവലോക അമര യജ്ഞ സംഗ്രഹമായ വേദമയമായ ദ്രവ്യമയമായ തപോമയമായ വിചിത്രങ്ങളായ യജ്ഞങ്ങളെ കൊണ്ട് രാജാവിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ദേശവാസികളൊക്കെ ഈ യജ്ഞങ്ങൾ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന യജ്ഞത്തിന്റെ പരിണത ഫലമാണ് രാജ്യം സുസമ്പന്നമാക്കുന്നത്. അതുകൊണ്ട് ഹേ രാജൻ, ഇതൊക്കെ മനസ്സിലാക്കി യജ്ഞത്തിനെ വിലക്കരുത്, ഇവിടെ അനുസ്യൂതമായ യജ്ഞം നടക്കട്ടെ, അതാണ് ഇവിടെ വേണ്ടത് എന്ന് ഈ മഹർഷിമാർ ഉപസംഹരിക്കും. തം സർവലോകാമരയജ്ഞ സംഗ്രഹം ത്രീമയം ദ്രവ്യമയം തപോമയം യജ്ഞേർവിചിത്രൈര്യജതോ ഭവായതേ രാജൻ സ്വദേശാൻ അനുരോധമർഹസീം. ഹേ രാജൻ, സർവലോക അമരയജ്ഞ സംഗ്രഹം ത്രീമയം ദ്രവ്യമയം തപോമയം തം വിചിത്രൈഹി യജ്ഞൈഹി തേ ഭവായ യജതഃ സ്വദേശാൻ അനുരോധും അർഹസി. തം സർവലോകാമരയജ്ഞ സംഗ്രഹം ത്രീമയം ദ്രവ്യമയം തപോമയം യജ്ഞേർവിചിത്രൈര്യജതോ ഭവായതേ രാജൻ സ്വദേശാൻ അനുരോധുമർഹസി. തം സർവലോകാമരയജ്ഞ സംഗ്രഹം ത്രീമയം ദ്രവ്യമയം തപോമയം
യജ്ഞൈർവിചിത്രൈര്യജതോ ഭവായതേ രാജൻ സ്വദേശാൻ അനുരോസ്തുമർദ്ദഫീം യജ്ഞേന യുഷ്മദ്വിഷയേ ദ്വിജാതിഭിൻ വിദായമാനേന പുരാ കലാഹരേം സ്വിഷ്ടാഃ സുതുഷ്ടാഃ പ്രതിസന്ധി വാഞ്ചിതം തദ്ധേളനം നാർഹഫിവീരചേഷ്ടിതും. യജ്ഞേന യജ്ഞം കൊണ്ട് യുഷ്മത് വിഷയെ അങ്ങയുടെ രാജ്യത്ത്, യുഷ്മത് അങ്ങയുടെ വിഷയെ രാജ്യത്ത്, യുഷ്മത് വിഷയെ ദ്വിജാതിഭിഹി ബ്രാഹ്മണരാൽ വിതായമാനേന ചെയ്യപ്പെടുന്ന, വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞേന യജ്ഞം കൊണ്ട് അങ്ങയുടെ രാജ്യത്തിൽ ബ്രാഹ്മണരാൽ വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞങ്ങളാൽ ഫുരാഹ ഫുരന്മാർ ഹരേ കലാഹ ഹരിയുടെ അംശങ്ങളാ, ഹരിയുടെ കലകളാ, അവരെ ഫിഷ്ടാഹ നന്നായിട്ട് പൂജിക്കപ്പെടേണ്ടവരാ, സുതുഷ്ടാഹ അതുകൊണ്ട് സന്തോഷിക്കുന്നവരാ, വാഞ്ചിതം പ്രതിസന്ധി ആഗ്രഹം സാധിച്ചു തരും, തദ്ഹേളനം അവരെ നിന്ദിച്ചാൽ, തദ്ഹേളനം തത് ഹേളനം സന്ധി ചെയ്യുമ്പോൾ തദ്ഹേളനം അതിനെ നിന്ദിച്ചാൽ ഞാൻ ഹേ വീര ചേഷ്ടിതും ന അർഹസി അതെ നിന്ദിക്കാൻ വേണ്ടിയുള്ള ചേഷ്ടകൾക്ക് അങ്ങേക്ക് അധികാരമില്ല, യോഗ്യതയില്ല. ബ്രാഹ്മണരൊക്കെ ഇവിടെ സ്ഥിരമായും ആചരിച്ചു വരുന്ന യജ്ഞങ്ങളിൽ ഭഗവാനെ പൂജിക്കപ്പെടുന്നു. അതുകൊണ്ട് സന്തുഷ്ടനായ ഭഗവാൻ അങ്ങേക്ക് വേണ്ട ആഗ്രഹം സാധിച്ചു തരികയും ചെയ്യും. അതുകൊണ്ട് അങ്ങ് യജ്ഞങ്ങളെ നിരോധിക്കരുത്, ദേവന്മാരെ അപമാനിക്കലാണ്, ഹേളനമാണ്, അതൊരു അവമാനമാണ്. അതുകൊണ്ട് ഹരിയുടെ അംശഭൂതരായ ദേവന്മാർ അങ്ങയുടെ അഭീഷ്ടത്തെ നൽകുന്നുണ്ട്. അല്ലയോ വീരശൂര പരാക്രമി, അവരുടെ ഹേളനത്തെ, അവമാനത്തെ ചെയ്യാൻ അർഹിക്കുന്നില്ല. ധീരനായ അങ്ങ് യജ്ഞങ്ങളെ നിരോധിക്കുന്നത് ദേവന്മാരെ അവമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അങ്ങേക്ക് നാശം സംഭവിക്കും. രാജാവായ അങ്ങ് ആവിധം പ്രവർത്തിക്കുന്നത് യോഗ്യവുമല്ല എന്നു പറഞ്ഞിട്ടാണ് ആ മഹർഷിമാർ ഉപസംഹരിക്കുന്നത്. എന്നുള്ള ഉപദേശം യജ്ഞേന യുഷ്മദ്വിഷേ ദ്വിജാതിഭം വിദായമാനേ ഫുരാക്കലാഹരേ ഫിഷ്ടാ ഫുദുഷ്ടാ പ്രതിസന്ധി വാഞ്ചിതം തദ്ധേളനം നാഗഫിവീരചേഷ്ടിതും. യജ്ഞേന യുഷ്മദ്വിഷേ ദ്വിജാതിഭിഃ വിദായമാനേന യജ്ഞേന ഫിഷ്ടാഃ ഫുദുഷ്ടാഃ ഹരേ കലാഃ ഫുരാഃ വാഞ്ചിതം പ്രതിസന്ധി വീര ശൂര തദ്ധേളനം ചേഷ്ടിതും ന അർഹസി. യജ്ഞേന യുഷ്മദ്വിഷേ ദ്വിജാതിഭഃ വിദായമാനേന ഫുരാക്കലാഹരേ ഫിഷ്ടാ ഫുദുഷ്ടാ പ്രതിസന്ധി വാഞ്ചിതം തദ്ധേളനം നാർഹഫിവീരചേഷ്ടിതും. യജ്ഞേന യുഷ്മദ്വിഷേ ദ്വിജാതിഭഃ വിദായമാനേന ഫുരാക്കലാഹരേ ഫിഷ്ടാ ഫുദുഷ്ടാ പ്രതിസന്ധി വാഞ്ചിതം തദ്ധേളനം നാർഹഫിവീരചേഷ്ടിതും. ഇത്രയും പറഞ്ഞ് മഹർഷിമാർ ഉപസംഹരിച്ചു. അതുകൊണ്ട് യജ്ഞങ്ങളെ തടയരുത്. യജ്ഞം നടക്കുന്നതുകൊണ്ടാണ് രാജ്യഭരണം സുഗമമാകുന്നത്, ചെടികൾ ഉണ്ടാകുന്നത്, സസ്യങ്ങൾ യഥാകാലം പൂക്കുന്നത്, മഴ പാകത്തിന് പെയ്യുന്നത്, അത്യുഷ്ണം ഉണ്ടാവാതിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ അനുസ്യൂതമായ യജ്ഞം നടക്കുന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങേക്ക് രാജ്യം സുഗമമായും പരിപാലിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് യജ്ഞത്തെ നശിപ്പിക്കരുത്, തടസ്സം ചെയ്യുന്നത് ശരിയല്ല, അങ്ങേക്കൂടി നാശഹേതുകമാണ്. ഇത് കേട്ടപ്പോൾ വേന ഉവാച
വേരേണ്ട മറുപടിയാണ്. ബാലിശാപതയൂയം വൈ അധർമ്മേ ധർമ്മമാനിന ഏ വൃത്തിദം പതിം ഹിത്വാ ജാരം പതിമുപാസതേ. യൂയം ബാലിശാപത. അല്ലയോ മഹർഷിമാരെ, നിങ്ങൾ മൂഢന്മാരാണ്, ബാലിശന്മാരാണ്. തീർച്ചയായിട്ടും ബാലിശാപത യൂയം വൈ, തീർച്ചയായിട്ടും എന്താണ്? അധർമ്മേ ധർമ്മമാനിന. അധർമ്മത്തെ കണ്ടിട്ട് ധർമ്മമാണെന്ന് വിചാരിക്കുന്നു. ധർമ്മമാനികളായിരുന്നു അധർമ്മത്തിൽ. അത് ഏതുപോലെയാണ്? ഏ, ആരാണോ വൃത്തിദം പതിം ഹിത്വ, ഉപജീവന മാർഗത്തിന് തന്നുകൊണ്ടിരിക്കുന്ന ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ജാരം പതിമുപാസതയെ, കാമുകനായ ഒരു സഹായവും ചെയ്യാത്ത ഒരു ഭർത്താവിനെ ഉപാസിക്കുന്നത് പോലെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞത്. നിങ്ങൾ മൂഢന്മാരാണ്, കഷ്ടമാണ്. എന്താണ് ധർമ്മമെന്നും അധർമ്മമെന്നും നിങ്ങൾക്ക് തിരിച്ചറിയത്തില്ല. അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും കണ്ട് നിങ്ങൾ ആചരിക്കാം. വേണ്ടതെല്ലാം കൊടുത്ത് ഒരു ഭാര്യയെ സംരക്ഷിക്കുന്ന ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് തൽക്കാലം തന്നെ സ്നേഹിക്കുന്ന ഒരു ജാരന് വേണ്ടി, ഒരു കാമുകന് വേണ്ടി വേണ്ടി ഓടി നടക്കുന്ന സ്ത്രീകളെ പോലെയാണ് നിങ്ങളിപ്പം. സർവ്വത രാജ്യം പരിപാലിക്കുന്ന എന്നെ ആരാധിക്കുന്നതിന് പകരം ആരും ഭജിക്കാത്ത വിഷ്ണുവിനെ ഭജിക്കുന്നതുകൊണ്ട് നിങ്ങൾ മൂഢന്മാരാണ്. അറിവുള്ള നിങ്ങൾക്ക് ഈ ഭ്രമം എങ്ങനെ സംഭവിച്ചു? മഹാകഷ്ടം. കൊണ്ട് ലോകത്ത് ആരാധിക്കേണ്ടത് എന്നെയാണ്, വേറെ ഈശ്വരന്മാരൊന്നുമില്ല. ഇതൊക്കെ ഉണ്ടെന്ന് വെറുതെ നിങ്ങളെ കബളിപ്പിച്ച് പറയലാണ്. അപ്പം ഈ അധർമ്മത്തെയാണ് നിങ്ങൾ ധർമ്മമായി കണ്ടത്, ധർമ്മത്തെ നിങ്ങൾ അധർമ്മമായും കണ്ടു. അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രവൃത്തികൾ ശരിയല്ല. എല്ലാ ചെലവും കൊടുത്ത് നന്നായിട്ട് സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടിരുന്ന ഒരു ഭർത്താവ്, ആ ഭർത്താവിനെ വിട്ടിട്ട് ഭാര്യ വേറൊരു കാമുകനെ തൽക്കാല സുഖത്തിന് വേണ്ടി സ്വീകരിക്കുന്ന പോലെ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ ഈ ധർമ്മത്തെക്കുറിച്ച് പ്രസംഗിച്ചൂടെ. ബാലിശോ ബദയൂയം വൈ അധർമ്മേ ധർമ്മമാനിനാം ഏ വൃത്തിദം പതിം ഹിത്വാ ജാരം പതിമുപാസതേ. അധർമ്മേ ധർമ്മമാനിനഃ യൂയം ബാലിശാഃ വൈ ബത ഏ വൃത്തിദം പതിം ഹിത്വാ ജാരം പതിം ഉപാസതേ. ബാലിശാബതയൂയം വൈ അധർമ്മേ ധർമ്മമാനിനാം ഏ വൃത്തിദം പതിം ഹിത്വാ ജാരം പതിമുപാസതേ. ബാലിശോ ബദയൂയം വൈ അധർമ്മേ ധർമ്മമാനിനാം ഏ വൃത്തിദം പതിം ഹിത്വാ ജാരം പതിമുപാസതേ. അവജാനന്ദമീ മൂഢാ സർവരൂപിണമീശ്വരം നാനുവിന്ദന്തി തേ ഭദ്രം ഹരോഗേ പരത്രചാം. അവജാനന്തി അമീ, അവജാനന്തി അവമാനിക്കുന്നു, അമീ ഈ മൂഢാ, അമീ മൂഢാ നൃപരൂപിണം ഈശ്വരൻ, രാജാവിന്റെ രൂപം ധരിച്ച് മുമ്പിൽ നിൽക്കുന്ന ഈശ്വരനെ അവരെ അപമാനിക്കുന്നു. അനുവിന്ദന്തി ഒരു കാലത്തും പ്രാപിക്കില്ല തേ അങ്ങേക്ക് ഭദ്രം ഇഹ ലോകേ പരത്തത്, ഈ ലോകത്തിലും പരലോകത്തിലും ഭദ്രമുണ്ടാക്കുന്ന ഒരു രീതികളും അങ്ങേക്ക് ഉണ്ടാവില്ല. നിങ്ങള് മൂഢന്മാരാണ്, നിങ്ങൾക്ക് ശരിക്കും തിരിച്ചറിവില്ല. രാജാവിന്റെ വേഷം കെട്ടിയിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്, രാജരൂപിയാണ് ഇവിടെ ഈശ്വരൻ. അങ്ങനെയുള്ള ഈശ്വരനെ അനുവിന്ദന്തി
ഒരു കാലത്തും പ്രാപിക്കില്ല. തേ ഭദ്രം, നിങ്ങൾക്ക് മംഗളമുണ്ടാകട്ടെ. ഇഹലോകെ പരത്രച, രാജാവിനെ സംരക്ഷിക്കുന്ന ഈശ്വരനെ സേവിക്കാതെ അന്യദേവന്മാരെ സേവിക്കുന്ന നിങ്ങള് ഈ ലോകത്തിലും പരലോകത്തിലും സുഖം ഉണ്ടാവില്ല. അവജാനന്ത്യമീ മൂഢാ നൃപരൂപിണമീശ്വരം നാനുവിന്ദന്തി തേ ഭദ്രം ഇഹലോകേ പരത്രചാം. നൃപരൂപിണം ഈശ്വരം അമീ മൂഢാഹ അവജാനന്തി തേ ഇഹലോകേ പരത്ര ഭദ്രം ന അനുവിന്ദന്തി. അവജാനന്ത്യമീ മൂഢാ നൃപരൂപിണമീശ്വരം നാനുവിന്ദന്തി തേ ഭദ്രം ഇഹലോകേ പരത്രചാം. അവജാനന്ത്യമീ മൂഢാ നൃപരൂപിണമീശ്വരം നാനുവിന്ദന്തി തേ ഭദ്രം ഇഹലോകേ പരത്രചാം. വോ യജ്ഞപുരുഷോ നാമ യത്ര വോ ഭക്തിരീദൃശീ ഭർതൃസ്നേഹ വിദൂരാണാം യഥാ ജാരേ കുയോഷിതാം. കഹ, യാതൊരുവനാണ് യജ്ഞപുരുഷോ നാമ, യജ്ഞപുരുഷൻ എന്ന പേരുള്ള പ്രസിദ്ധനായ യാതൊരാളാണോ, എത്ര വോ ഭക്തി ഈദൃശി, എവിടെയാണ് നിങ്ങൾക്ക് ഇപ്രകാരമുള്ള ഭക്തി ഉണ്ടാക്കി തരുന്നത്? എവിടുന്ന? എത്രവോ ഭക്തി ഈദൃശി ഭക്തിരീദൃശി ഭർത്തൃസ്നേഹ വിദൂരാണാം, ഭർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും വളരെ ദൂരെ നിൽക്കുന്ന, വിദൂരമായി നിൽക്കുന്ന, യഥാ ചാരേ കുയോഷിത, കുയോഷിതകൾക്ക്, കുൽസിത സ്ത്രീകൾക്ക്, ചാരേ യഥ, ചാര് എന്ന പോലെ. യജ്ഞപുരുഷനായ ഭഗവാനെ, ഏത് കർമ്മത്തിന്റെയും ഫലം നൽകുന്ന ഭഗവാനെ, യജ്ഞപുരുഷ നാമ കഹ, ആരാണ്, എത്രവോ ഭക്തി ഈദൃശി, അങ്ങനെയുള്ള ആർക്കാണ് ഇപ്രകാരമുള്ള ഒരു ഫലം ഉണ്ടാകുന്നത്? ഭർത്തൃസ്നേഹ വിദൂരാണാം യഥാചാരേ കുയോഷിത, ഭക്തിക്ക് വിഷയീഭൂതരാവാത്ത നിങ്ങൾ, ഭർത്തൃസ്നേഹം ഇല്ലാത്തതായ ദുഷ്ടസ്ത്രീകൾ അവരവരുടെ കാമുകനെ സ്നേഹിക്കുന്നത് പോലെ യഥാർത്ഥമായി ലോകപാലനായ ഈശ്വരനെ കൂടാതെ മറ്റാരാണ് നിങ്ങൾ സ്നേഹിക്കുന്ന, പൂജിക്കുന്ന? പറയൂ. എന്നിൽ കവിഞ്ഞൊരു ഈശ്വരൻ വേറെയില്ല. എന്നെയും ഈശ്വരൻ എന്ന് തന്നെയാണ് ജനങ്ങളൊക്കെ വിളിക്കുന്നത്. രാജാവും ഈശ്വരൻ തന്നെയാണ്. ഇതിന്റെ അപ്പുറത്തൊരു ഈശ്വരനോ യജ്ഞമോ ദാനമോ തപസ്സോ ഒന്നുമില്ല. ഉണ്ടെന്നുള്ളത് നിങ്ങളെ വെറുതെ പറഞ്ഞ് കബളിപ്പിക്കാൻ. ധർമ്മമറിയാവുന്ന നിങ്ങൾ ആ വഴിയല്ല പോകേണ്ടത്, എന്റെ വഴിയാണ് പോരേണ്ടത്. ഭഗവാൻ പ്രസാദിച്ചാൽ കിട്ടാത്തൊന്നും ഈ ലോകത്തില്ല. അത് ജാരസ്ത്രീകളെ പോലെയാണ്, കുയോഷിതകളെ പോലെയാണ്. ജാരനിൽ നിന്നും കാമുകളിൽ നിന്നും കിട്ടുന്ന അല്പസുഖം മാത്രം മതി. യഥാർത്ഥ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സ്നേഹം ദൂരെയായാലും ഒരു കുഴപ്പമില്ല. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് വിചാരിക്കുന്ന ഒരു കുരുട സ്ത്രീയെ പോലെയാണല്ലോ ഇപ്പൊ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്ന് നിങ്ങളെ സംരക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാ ചെല്ലും ചെലവും തന്ന് നിങ്ങളെ പരിപോഷിപ്പിക്കുന്ന എന്നെ വിട്ടിട്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് വന്നു കയറുന്ന ഒരു കാമുകനെ പോലെയാണ്, ഒരു ജാരനെ പോലെയുള്ള സുഖങ്ങളെയാണ് നിങ്ങൾ തൽക്കാലം ആശ്രയിക്കുന്നത്. അത് ശരിയല്ല. വിദഗ്ധമായി വേനൻ ഉപദേശിക്കലാണ് തിരിച്ചങ്ങോട്ട്. കോ യജ്ഞപുരുഷോ നാമാം എത്രവോ ഭക്തിരീദൃശി
ഭർത്തൃസ്നേഹവിദൂരാണാം യഥാ ജാരേ കുലോഷിതാം യജ്ഞപുരുഷോ നാമ വഹ. അങ്ങനെ ഒരാളുണ്ടോ? ആരേള്? എത്ര വഹ ഈദൃശി ഭക്തി. നിങ്ങൾക്ക് എവിടുന്നാ ഇങ്ങനെയുള്ള ഭക്തി കിട്ടിയത്? ഭർത്തൃസ്നേഹവിദൂരാണാം, ഭർത്താവിന്റെ സ്നേഹത്തിൽ ദൂരെയിരിക്കുന്ന കുൽസിത സ്ത്രീകൾക്ക് ജാരൻ എന്നതുപോലെയാണ് ഇപ്പോൾ നിങ്ങൾ. ലോകത്തിലുള്ള എല്ലാ നന്മ തിന്മകൾക്കും അപ്പോഴപ്പോൾ ഫലം കൊടുക്കുന്നവനാണ് രാജാവ്. അത് നിങ്ങൾക്കറിയാമല്ലോ, കർമ്മഫലദാതാവാണ് രാജാവ്. ഇപ്രകാരമുള്ള നിങ്ങൾക്ക് ഭക്തി എന്ന വിഷയത്തിലേക്ക് വേണ്ടതെല്ലാം തരുന്നവനാണ് ഈ രാജാവ്. സ്നേഹിക്കാത്ത ദുഷ്ട സ്ത്രീകൾ തങ്ങളുടെ കാമുകനെ സ്നേഹിക്കുന്ന പോലെയാണ് നിങ്ങൾ യഥാർത്ഥമായ ലോകപാലനായ ഈശ്വരനായ എന്നെ കൂടാതെ മറ്റേ ആരാണ് നിങ്ങൾ സ്നേഹിക്കുകയും പൂജിക്കുകയും ചെയ്യുക? ആലോചിച്ച് നോക്കൂ. കോ യജ്ഞപുരുഷോ നാമ യത്രവോ ഭക്തിരീദിഷി ഭക്തസ്നേഹവിദൂരാണാം യഥാ ചാരേ കുയോഷിതാം യജ്ഞപുരുഷോ നാമ വഹ. എത്ര വഹ ഈദൃശീ ഭക്തി ഭർത്തൃസ്നേഹവിദൂരാണാം കുയൂഷിതാം ജാരേ യഥ. കോ യജ്ഞപുരുഷോ നാമ യത്രവോ ഭക്തിരീദൃശീ ഭർത്തൃസ്നേഹവിദൂരാണാം യഥാ ജാരേ കുയോഷിതാം കോ യജ്ഞപുരുഷോ നാമ യത്രവോ ഭക്തിരീദൃശീ ഭർത്തൃസ്നേഹവിദൂരാണാം യഥാ ജാരേ കുയോഷിതാം. വിഷ്ണുർവിരിഞ്ചോ ഗിരിശൈന്ദ്രോ വായുര്യമോ രവി പർജന്യോ ധനദ സോമ ക്ഷിതിരഗ്നിരപം പതി ഏതേ ചാന്യേ ച വിബുധാ പ്രഭവോ വർഷാപയോ ദേഹേ ഭവന്തി നൃപതേഃ സർവദേവമയോ നൃപാം. വിഷ്ണു വിരിഞ്ചേന, വിരിഞ്ചാഹ വിഷ്ണു ബ്രഹ്മാവ്, വിരിഞ്ചൻ ബ്രഹ്മാവ്, ഗിരിശൻ ശിവൻ, ഇന്ദ്രനറിയാം, വായു യമോ രവി, ബ്രഹ്മാവ്, ശിവൻ, സൂര്യന്മാർ, കുബേരൻ, ചന്ദ്രൻ, ഭൂമി, വരുണൻ, ഇവരൊക്കെ മറ്റുള്ള ദേവന്മാരും വരവും ശാപവും കൊടുക്കാൻ നിഗ്രഹ അനുഗ്രഹ ശക്തന്മാരാണ്. പ്രഭവ അതിന് സമർത്ഥരാണ്. അല്ലയോ രാജാവേ, ശരീരത്തിൽ ദേഹേ ഭവന്തി, ഈ വക ഭാവങ്ങൾ എല്ലാവരുടെയും ദേഹത്തിലുണ്ട്. നൃപഃ സർവദേവമയ, രാജാവ് എല്ലാ ദേവന്മാരുടെയും സ്വരൂപമാണ്. രാജാവിൽ എല്ലാ ദേവന്മാരും അധിവസിക്കുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് രാജാവിന്റെ യോഗ്യത ഈശ്വരന്മാരെക്കാൾ മുകളിലാണ്. അങ്ങനെയുള്ള അങ്ങ് ഈശ്വരധർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുന്നത് ശരിയല്ല. സർവദേവമയനാണ് രാജാവ് എന്നുള്ളത് കൊണ്ട്. വിഷ്ണുർ വിരിഞ്ചോ ഗിരിശൈന്ദ്രോ വായുര്യമോ രവി പർജന്യോ ധനദ സോമ ക്ഷിതിരഗ്നിരപരം പതി ക്ഷിതിരഗ്നിരവാം പതി ഏതേ ചാന്യേ ച വിബുധാ പ്രഭവോ വരശാപയോ ദേഹേ ഭവന്തി നൃപതേഃ സർവദേവമയോ നൃപാം. വിരിഞ്ചഃ ഗിരിശഃ രവിഃ ധനദഃ സോമഃ ക്ഷിതിഃ അപാം പതിഃ ഏതേ ച അന്യേ വിബുധാഃ ച പരശാപയോഃ പ്രഭവഃ നൃപതേഃ ദേഹേ ഭവന്തി. നൃപഃ
സർവദേവായ വിഷ്ണുർവിരിഞ്ചോ ഗിരിശ ഇന്ദ്രോ വായുര്യമോ രവി പർജന്യോ ധനദ സോമക്ഷിതിരഗ്നിരപമ്പതി ഏതേ ചാന്യേ വിബുധാ പ്രഭോ വർഷാപയോ ദേഹേ ഭവന്തി നൃപതേ സർവദേവമയോ നൃപാം വിഷ്ണുർവിരിഞ്ചോ ഗിരിശ ഇന്ദ്രോ വായുര്യമോ രവീം പർജന്യോ ധനദ സോമക്ഷിതിരഗ്നിരപാം പതി ഏതേ ചാന്യേ ച വിബുധാ പ്രഭോ വരശാപയോ ദേഹേ ഭവന്തി നൃപതേ സർവദേവമയോ നൃപാം തസ്മാന്മാം കർമ്മഭിർവിപ്രാഹം യജധ്വം ഗതമത്സരാഹം ബലിം ച മഹ്യം ഹരത മത്തോന്യക്വഗ്രഭുക്പുമാൻ. തസ്മാത് അതുകൊണ്ട് മാം കർമ്മഭിഹി വിപ്രാഹ യജധ്വം, ഹേ വിപ്രാഹ അല്ലയോ ബ്രാഹ്മണരെ, കർമ്മഭിഹി യജ്ഞകർമ്മം കൊണ്ട് മാം യജധ്വം എന്നെ നിങ്ങൾ യജിക്കൂ, ഗതമത്സരാഹ മാത്സര്യബുദ്ധിയില്ലാത്തവരായിട്ട്, ബലിം ച മഹ്യം ഹരത എനിക്ക് വേണ്ടി പൂജ ചെയ്യൂ, മത്തോ അന്യക്കോ അഗ്രഭുക്ഭവാൻ ഞാനല്ലാതെ വേറെ ആരാണ് അഗ്രഭുക്കായിട്ട് ആദ്യം ഭുജിക്കുന്നവൻ? അങ്ങല്ലാതെ വേറെ ആരാണ്? യജ്ഞം തീരുമ്പോൾ അങ്ങ് തിരിച്ചെത്തുക, അതിന് പരിസമാപ്തിയായ പാരണയിൽ ഔപസ്ഥാനത്തിൽ അങ്ങ് പങ്കെടുത്ത് തീർത്ഥം സേവിച്ച് ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണം, രക്ഷിക്കണം എന്ന് ഒരു പ്രാർത്ഥനയാണ്. എല്ലാ രാജാക്കന്മാരെയും ദേവന്മാരെന്നാണ് വിളിക്കുക. ദേവന്മാരെ പോലെ ആരാധിക്കേണ്ടവർ, പൂജിക്കേണ്ടവർ. അതുകൊണ്ട് നിങ്ങളുടെ കൂടി രാജാവായി എന്നെ പൂജിക്കുന്നത് യുക്തമാണ്. അതിൽ മത്സരബുദ്ധി നിങ്ങൾ ഉപേക്ഷിച്ച് എനിക്കായിട്ട് ബലിദാനങ്ങൾ, പൂജകൾ നിങ്ങൾ സമർപ്പിക്കും. എന്നേക്കാൾ മീതെ ആരുണ്ട് ഇതൊക്കെ സ്വീകരിക്കാൻ? അതുകൊണ്ട് നിങ്ങൾ ഈ പൂജാവിധാനങ്ങളൊക്കെ എനിക്ക് വേണ്ടി ചെയ്യൂ. വേറെ ഒരു ലോകേശ്വരൻ ഈ ലോകത്തിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. തസ്മാന്മാം കർമ്മഭിപ്രായജത്വം ഗതമത്സരാം ബലിഞ്ചമഹ്യം ഹരത മത്തോന്യക്കോഗ്രഭുക്മാൻ. തസ്മാത് വിപ്രാഹ ഗതമത്സരാഹ മാം കർമ്മഭിഹി യജത്വം മഹ്യം ബലിം ച ഹരത മത്തഃ അന്യഃ അഗ്രഭുക്ഃ. തസ്മാന്മാം കർമ്മഭിർവിപ്രാഹം യജത്വം ഗതമത്സരാം ബലിം ച മഹ്യം ഹരത മത്തോന്യക്കോഗ്രഭുക്മാൻ. തസ്മാന്മാം കർമ്മഭിർവിപ്രാഹം യജത്വം ഗതമത്സരാം ബലിം ച മഹ്യം ഹരത മത്തോന്യക്കോഗ്രഭുക്മാൻ. തസ്മാന്മാം കർമ്മഭിർവിപ്രാഹം യജത്വം ഗതമത്സരാഹം ബലിം ച മഹ്യം ഹരത മത്തോന്യക്കോഗ്രഭുക്മാൻ എന്ന് വേനൻ രാജാക്കന്മാരെ തിരിച്ചുപദേശിക്കാം. അത് കഴിഞ്ഞപ്പോൾ മൈത്രേയൻ ഇടക്ക് കയറി കഥയിലേക്ക് കിടക്കുകയാണ്. മൈത്രേയ ഉവാച ഇത്തം വിപജ്യ മതീം പാപീയാനുത്പഥഗതാം അനുനീയമാനസ്തദ്യാജ്ഞാം നചക്രേ ഭ്രഷ്ടമംഗളാം. യുദ്ധം ഇങ്ങനെ വിപര്യമതി, ബുദ്ധി വിപരീതമായി തീർന്നവൻ വേനൻ. വിപര്യമതി പാപിയാൻ, വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. ഉത്പഥം ഗത, വഴി വിട്ടുപോകുന്നത്. ഉത്പഥം ഗത, ഉന്നതമായ പ്രധാനപ്പെട്ട വഴി വിട്ട് തിരിച്ചു പോകുന്നവനാണ്.
അനുനീയമാനഃ തത് യാജ്ഞാം ന ചക്രേ ഭ്രഷ്ടമംഗള. അതുകൊണ്ട് അനുനീയമാനാം അനുനയിക്കപ്പെട്ടവനായിട്ട് തത് യാജ്ഞാം അവരുടെ യാചനയെ ന ചക്രേ ചെയ്തില്ല, സ്വീകരിച്ചില്ല. ഇങ്ങനെ വിപരീതം പറയുന്ന വേനൻ, അങ്ങനെയുള്ള വേനൻ മംഗളമില്ലാതായി വഴിവിട്ട് സഞ്ചരിക്കുന്നവനായിട്ട് കണ്ടാൽ അത്യന്ത പാപിയും വിപരീത ബുദ്ധിയുമുള്ളവനായ അവനാൽ അനുനയിക്കപ്പെട്ടിട്ട് നമുക്കെല്ലാം ആ യാജ്ഞയെ ഇന്ന് ചക്രയെ ചെയ്തില്ല. ആജ്ഞ ചെയ്യാതെ കൊണ്ട് ഇവർ നിഷ്ക്രിയായിട്ട് കണ്ടിരുന്നു. ഇത്തം വിപജ്യമതി പാപീയാനുത്പഥം ഗത അനുനീയമാനത്തദ്യാജ്ഞാം ന ചക്രേ ഭ്രഷ്ടമംഗളം. ഭ്രഷ്ടമംഗളഃ ഉത്പഥാം ഗതഃ പാപീയാൻ വിപജ്യമതിഃ സഹ അനുനീയമാനഃ തത് യാജ്ഞാം ന ചക്രേ. ഇത്തം വിപജ്യമതി പാപീയാനുത്പഥം ഗതാം അനുനീയമാനത്തദ്യാജ്ഞാം ന ചക്രേ ഭ്രഷ്ടമംഗളം. ഇത്തം വിപജ്യമതി പാപീയാനുത്പഥം ഗതാം അനുനീയമാനത്തദ്യാജ്ഞാം ന ചക്രേ ഭ്രഷ്ടമംഗളം. ഭ്രഷ്ടമംഗളഃ ഉത്പഥം ഗതഃ പാപീയാൻ വിപര്യമതിഃ സഹ അനുനീയമാനഃ തത് യാജ്ഞാം ന ചക്രേ. അങ്ങനെ ഏറ്റവും പാപപ്രവൃത്തികൾ ചെയ്യുന്നവരും വിപരീത ബുദ്ധിയോട് കൂടിയവരും സദാചാരം തെറ്റി നടക്കുന്നവരും മംഗളകർമ്മങ്ങൾ ചെയ്യാത്തവരുമായ ആ വേനൻ ഋഷികളാൽ അനുനയിക്കപ്പെട്ടെങ്കിലും അവര് ചെയ്ത പ്രാർത്ഥന കൈക്കൊണ്ട് സ്വീകരിച്ചില്ല. അവർ കുറെ ആവശ്യങ്ങളുണ്ടായിരുന്നു, ഞാൻ ലിഫ്റ്റൊന്നും അംഗീകരിച്ചില്ല, നോക്കി പോലുമില്ല. പാട്ടുകൊണ്ട് പാടി സ്തുതിച്ചു, അതുമാത്രം കേട്ടു. ഇത് വേനന്റെ സ്വഭാവത്തിന്റെ ഒരു അംശമാണ്, ഒരു ഭാഗം. ഇത്തം വിപജ്യമതി പാപീയാനുത്പഥം ഗതാം അനുനീയമാനത്തദ്യാജ്ഞാം ന ചക്രേ ഭ്രഷ്ടമംഗളാം. ഇത്തം വിപജ്യമതി പാപീയാനുത്പഥം ഗതാം അനുനീയമാനത്തദ്യാജ്ഞാം ന ചക്രേ ഭ്രഷ്ടമംഗളം. എന്തായാലും നമുക്ക് ഇന്നുകൊണ്ട് തീരില്ല. നമുക്ക് ഈ 29ാമത്തെ ശ്ലോകത്തിൽ ഉപസംഹരിപ്പിക്കാം. ഒരു ദിവസം 30ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. അതിന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.